നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ചതയ നക്ഷത്രക്കാരുടെ സെപ്റ്റംബറിലെ മാസഫലമാണ്. ശുഭഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഈ മാസം സർഗാത്മക മേഖലകളിലെ താല്പര്യങ്ങൾ വർദ്ധിക്കുകയും അത് പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ദൂരയാത്രകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും സാധ്യതകൾ തുറന്നു വരും. സാമ്പത്തിക ഭാവം പൊതുവെ മെച്ചപ്പെടുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം പഴയ കടങ്ങൾ തീർക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ കൃത്യമായി ചെയ്യണം. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ദാമ്പത്യത്തിൽ പൊതുവെ സ്വസ്ഥതയൊക്കെ നിലനിൽക്കും. തൊഴിൽ മേഖലയിലും ആശയവിനിമയങ്ങളിലുമുള്ള ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകും. ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നിക്ഷേപങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയൊക്കെ ആവശ്യമാണ്. ഇതാണ് നിങ്ങൾക്കുള്ള വെല്ലുവിളികൾ. പ്രധാന നിർദ്ദേശമായി എടുക്കാവുന്നത് മാസം തീരുമാനങ്ങൾ എടുക്കുന്നത് വിവേകപൂർവ്വമാകണം. ക്ഷമയും അത്യാവശ്യമാണ്. വിശദമായി നമുക്ക് നോക്കാം. ചതയ നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. ഇതിവർക്ക് നിഗൂഢമായ വിഷയങ്ങളിൽ താല്പര്യവും അന്വേഷണ ബുദ്ധിയും ഒക്കെ നൽകുന്നതാണ്. ചതയ നക്ഷത്രം കുംഭൻ രാശിയിൽ ഉൾപ്പെടുന്നതിനാൽ രാശിയധിപൻ ശനിയാണ്. രാഹുവും ശനിയും പാപഗ്രഹങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. നക്ഷത്ര ദേവത ജലത്തിൻ്റെ അധിപനായ വരുണനാണ്. ഈ ദേവതയുടെ സ്വാധീനം കാരണം ഇവരുടെ സ്വഭാവത്തിന് മൃദുത്വവും ദയയും ഒക്കെ ഉണ്ടാകുന്നതാണ്. ചതയ നക്ഷത്രത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളും സെപ്റ്റംബറിലെ ജ്യോതിഷ പശ്ചാത്തലവും നോക്കുമ്പോൾ ചതയ നക്ഷത്രത്തിൽ ജനിച്ചവരെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനം ഇവിടെ നൽകുന്നതാണ്. അതായത് ചതയ നക്ഷത്രക്കാർ സത്യമേവ ജയതേ എന്ന തത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. സത്യത്തിനായി ജീവിതം പോലും ത്യജിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നാണ് അർത്ഥം. ആദർശധീരത, ആത്മീയത, ഔദാര്യശീലം എന്നിവ ഇവരുടെ പ്രധാന പ്രത്യേകതകളാണ്. ഇവർ ധീരരും ധൈര്യശാലികളൊക്കെ ആയിരിക്കും. ഒരു കാര്യം മനസ്സിൽ ഉറച്ചാൽ അത് പൂർത്തിയാക്കും വരെ ഇവർക്ക് വിശ്രമമില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ഇവർക്ക് അല്പം മുൻകോപമൊക്കെ ഉണ്ടാകാം. എന്നാൽ ഹൃദയാലുക്കളും സ്നേഹസമ്പന്നരും ഒക്കെയാണ്. അസാധാരണമായ ഓർമ്മശക്തിയും സാഹിത്യ വാസനയും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരിക്കൽ വായിച്ച കാര്യങ്ങൾ പോലും ഇവർക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. ചതയ നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്. ഇതിവർക്ക് നിഗൂഢമായ വിഷയങ്ങളിൽ താല്പര്യവും അന്വേഷണ ബുദ്ധിയൊക്കെ നൽകുന്നതാണ്. ഇവർക്ക് അമ്മയിൽ നിന്ന് പൂർണ്ണമായ സ്നേഹവും പിന്തുണയും ലഭിക്കുമെങ്കിലും സഹോദരങ്ങളുമായി ചെറിയ പിണക്കങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കാണുന്നുണ്ട്. വിവാഹ ജീവിതം പൊതുവെ മോശമായിരിക്കുമെന്നാണ് ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ചും വ്യാഴവും ശനിയും നല്ല സ്ഥാനത്തല്ലെങ്കിൽ. എന്നാൽ ഇവർക്കുള്ള വേറൊരു പ്രത്യേക ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവിത പങ്കാളി നല്ല സ്വഭാവശുദ്ധിയുള്ള വ്യക്തിയായിരിക്കും എന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ചതയ നക്ഷത്രത്തിൻ്റെ അധിപന്മാരായ രാഹുവും ശനിയും പരസ്പരം വൈരുദ്ധ്യമുള്ള സ്വഭാവങ്ങൾ നൽകുന്നുണ്ട്. രാഹു നിഗൂഢത, സർഗാത്മകത, കുറുക്കു വഴികളിലൂടെയുള്ള വിജയം എന്നിവയെ സൂചിപ്പിക്കുമ്പോൾ ശനി കർമ്മം, കഠിനാധ്വാനം, യാഥാർത്ഥ്യബോധം എന്നിവയുടെ ഗ്രഹമാണ്. ഈ ദ്വന്ദ്വ സ്വഭാവം കാരണം ഇവർക്ക് ബുദ്ധിശക്തിയും സാഹിത്യവാസനയും ഉണ്ടാകുമെങ്കിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും. ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഈ സ്വഭാവ സവിശേഷതകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് വിശദമായി നോക്കാം. 2025 സെപ്റ്റംബർ മാസത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും അവയുടെ സഞ്ചാര രീതിയും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പൂർണ്ണ ചന്ദ്രഗ്രഹണവും ഭാഗിക സൂര്യഗ്രഹണവും സെപ്റ്റംബറിലെ ഈ 2 ഗ്രഹണങ്ങളും ചതയ നക്ഷത്രക്കാർക്ക് കർമ്മപരമായ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകും. ഗ്രഹണങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ശനിയുടെ വക്രഗതിയും എതിർസ്ഥാനവും തൊഴിൽപരമായ കാര്യങ്ങളിൽ കാലതാമസമൊക്കെ ഉണ്ടാക്കാൻ ഇടയുണ്ട്. എന്നാൽ സെപ്റ്റംബർ 21 അതിൻ്റെ എതിർദിശ സ്ഥാനത്തെത്തുന്നു. ഈ സമയം കഠിനാധ്വാനത്തിന് അപ്രതീക്ഷിതവും അനുകൂലമായ ഫലങ്ങളും നൽകും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ വഴികൾ തേടാനും പ്രേരിപ്പിക്കും. അതേസമയം ദാമ്പത്യം, പങ്കാളിത്തം എന്നിവയുടെ ഭാവമായ 7ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടവയ്ക്കും. ഈ സെപ്റ്റംബർ മാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തെ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവയെ തരണം ചെയ്യാനുള്ള ആന്തരിക ശക്തി ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലവും തീർച്ചയായും ലഭിക്കുന്നതാണ്. എന്നാൽ അല്പം കാലതാമസമൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് കാര്യങ്ങൾ ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ്. ഈ മാസം ബുധൻ മൗഢ്യത്തിലായിരിക്കുന്നതിനാൽ തൊഴിൽ മേഖലയിൽ ആശയക്കുഴപ്പങ്ങൾ, തെറ്റിദ്ധാരണകൾ, പദ്ധതികൾ വൈകുന്നത് എന്നിവ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഈ കാലയളവിൽ അമിതമായ ആത്മവിശ്വാസമൊക്കെ ഒഴിവാക്കി ഓരോ കാര്യവും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. സെപ്റ്റംബറിൽ സാമ്പത്തികമായി പൊതുവെ നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. വരുമാനം വർദ്ധിക്കാനും ചില പഴയ കടങ്ങളൊക്കെ തീർക്കാനും സാധ്യതയുണ്ട്. അതായത്
കയ്യിൽ കുറച്ച് കാശ് വരുമ്പോൾ അവ ദൂർത്തായിട്ടുള്ള ചിലവിന് പകരം കൊടുക്കാനുള്ള പണം തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ അപ്രതീക്ഷിതവും നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതുമായ ചിലവുകൾ ഉണ്ടാകാം. ഇതാണ് സൂചിപ്പിച്ചത്. ഇത് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓഹരി വിപണിയിലോ ഊഹക്കച്ചവടത്തിലോ വലിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ മാസം അനുകൂലമല്ല. ഭൂമിയോ വലിയ വസ്തുക്കളോ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതീവ ശ്രദ്ധയോടെയും വിദഗ്ധോപദേശം തേടിയും മാത്രം മുന്നോട്ട് പോവുക. ചതയ നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രണയ ജീവിതത്തിൽ നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനും നിലവിലുള്ളവ വിവാഹത്തിലേക്ക് വരെ എത്താനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും. ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നതുമാണ്. എന്നാൽ ചൊവ്വയുടെ രാശിമാറ്റം കാരണം, അതായത് സെപ്റ്റംബർ 13, പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടി വരും. തർക്കങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും. കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായൊരു അന്തരീക്ഷമൊക്കെയാണ് നിലനിൽക്കുന്നത്. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകണം. സഹോദരങ്ങളുമായുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകാൻ സഹായിക്കും. ചതയ നക്ഷത്രക്കാർക്ക് മൂത്രാശയ രോഗങ്ങൾ, പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ഈ മാസം ഇവയെല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ബുധൻ്റെ മൗഢ്യം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള മാനസിക പിരിമുറുക്കം, ഉറക്കക്കുറവ് തുടങ്ങിയവ ഒഴിവാക്കാൻ യോഗ, ധ്യാനം ഇവ പോലുള്ളവ പരിശീലിക്കുന്നത് നല്ലതാണ്. ദൂരയാത്രകളിൽ, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങളുടെ അസാധാരണമായ ഓർമ്മശക്തി ഈ മാസം പ്രയോജനപ്പെടുന്നതായിരിക്കും. എന്നാൽ ബുധൻ്റെ മൗഢ്യം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ്. കൂടുതൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. വിദേശത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഈ മാസം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. ദോഷപരിഹാരങ്ങൾ. ചതയ നക്ഷത്രക്കാർക്ക് ഈ മാസത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചതയ നക്ഷത്രത്തിൻ്റെ അധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. നാഗക്ഷേത്രത്തിൽ മഞ്ഞൾപ്പൊടി, നൂറും പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായ ഒരു പരിഹാരമായിട്ടാണ് കാണുന്നത്. വീട്ടിൽ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കുകയും വേണ്ട പൂജകൾ നടത്തുകയും നിങ്ങൾ ചെയ്യണം. വിളക്ക് കത്തിക്കാത്ത സർപ്പക്കാവാണെങ്കിൽ അത് പുനരുദ്ധാരണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു വഴിപാടായിട്ടാണ് പറയപ്പെടുന്നത്. നാളികേരം മുറിച്ച് അതിൽ എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതാണ് നീരാഞ്ജനം. ഇത് നിങ്ങൾ ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് കൂടുതൽ അഭിവൃദ്ധിയും ഉണ്ടാക്കും. നക്ഷത്രദേവതാ പ്രീതിക്ക് വേണ്ടി ജലത്തിൻ്റെ അധിപനായ വരുണനെ പ്രീതിപ്പെടുത്തുന്നതിനായി ഓം വരുണായ നമഃ എന്ന് നിത്യവും ജപിക്കുന്നത് ഉത്തമമായ ഒരു കാര്യമാണ്. ശനി, കേതു, സൂര്യൻ എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. 2025 സെപ്റ്റംബർ മാസം ചതയ നക്ഷത്രക്കാർക്ക് നിർണായകമായ ഒരു കാലഘട്ടമാണ്. ഈ മാസം വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ വന്നു ചേരും. ഗ്രഹണങ്ങൾ, ശനിയുടെ വക്രഗതി, രാഹു കേതു സ്വാധീനം എന്നിവ കാരണം തൊഴിൽ, സാമ്പത്തികം, ബന്ധങ്ങൾ എന്നീ മേഖലകളിൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യവുമാണ്. എന്നാൽ ഈ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിട്ടാൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റങ്ങൾക്കും സാധ്യമാകും. നിങ്ങളുടെ ഉള്ളിലെ നന്മയും ഔദാര്യവും കൈവിടാതെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോവുക. ലളിതമായ പരിഹാരങ്ങൾ ചിട്ടയായി അനുഷ്ഠിക്കുന്നത് ഈ മാസത്തെ പ്രയാസങ്ങളെ അതിജീവിച്ച് വിജയം നേടാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ശുഭചിന്തകളോടും ദൈവവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ.